വെരിക്കോസ് വെയിൻ ബാധിച്ച വ്യക്തികളിൽ നിന്നും ധാരാളം കത്തുകളും സന്ദേശങ്ങളും സംശയങ്ങളായി ലഭിക്കാറുണ്ട്. പലപ്പോഴും കേൾക്കുന്ന പരാതി, ഞാൻ വെരിക്കോസ് വെയിന് ശസ്ത്രക്രിയ ചെയ്തു, അല്ലെങ്കിൽ ലേസർ ചെയ്തു, ഗ്ലൂ ചെയ്തു, പക്ഷേ എൻ്റെ അസുഖം മൊത്തമായി പൂർണ്ണം മാറിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിക്കും? വെരിക്കോസ് വെയിൻ്റെ ചികിത്സ അതൊരു ലേസറിലോ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലോ ഒരു ഗ്ലൂ ട്രീറ്റ്മെന്റിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വെരിക്കോസ് വെയിൻ ചികിത്സ തുടങ്ങുന്നത് ആ രോഗിയെ ഡോക്ടർ ആദ്യമായി കാണുമ്പോൾ തന്നെയാണ്. കൃത്യമായ രോഗനിർണയം. ഏറ്റവും നല്ലത് ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തി, അതേ ശസ്ത്രക്രിയ ആയിക്കോട്ടെ, ചിലപ്പോൾ ലേസർ ആകാം, റേഡിയോ ഫ്രീക്വൻസി ആകാം, ഗ്ലൂ ആകാം, ആ ചെയ്യുന്ന വ്യക്തി തന്നെ തലേ ദിവസമോ അതിന് മുമ്പോ എപ്പോഴെങ്കിലുമോ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് രോഗത്തിന്റെ വ്യാപ്തി പൂർണ്ണമായിട്ടും അളക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ചികിത്സ തീരുമാനിക്കാൻ സാധിക്കൂ. ചികിത്സയ്ക്ക് ശേഷം ആ വ്യക്തി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ആ ഡോക്ടർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും പൂർണ്ണമായി നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ രോഗം വീണ്ടും വരാതിരിക്കുകയുള്ളൂ. പ്രധാനമായിട്ട് ചികിത്സ കഴിഞ്ഞാൽ അത് ലേസറോ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനോ ഗ്ലൂവോ എന്ത് തന്നെയായാലും അത് കഴിഞ്ഞാൽ തന്നെ കൃത്യമായ വ്യായാമം, സോക്സുകൾ കൃത്യമായി ഉപയോഗിക്കുക, കൃത്യമായ ഇടവേളകളിൽ സ്കാൻ ചെയ്ത് രോഗം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുക, കൃത്യമായ മരുന്നുകൾ കഴിക്കുക എന്നിവയും ചികിത്സയുടെ ഭാഗം തന്നെയാണ്. കൃത്യമായ രോഗനിർണയവും ശരിയായ ചികിത്സയും ശസ്ത്രക്രിയ ശേഷമുള്ള രോഗപരിചരണവും കൃത്യമായി നടത്തുകയാണെങ്കിൽ 98-99% രോഗികളിലും വെരിക്കോസ് വെയിൻ വീണ്ടും വരുന്നില്ല എന്ന് കാണാം. ഇവിടെ പ്രധാന പ്രശ്നം വെരിക്കോസ് വെയിൻ അല്ല, അവയ്ക്കുള്ള അപൂർണമായ പരിശോധനകളും ചികിത്സാ രീതികളും ചികിത്സയ്ക്ക് ശേഷമുള്ള ക്രിയകളുമാണ്.